എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ പഠിച്ചു, ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വരെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റഷ്യൻ റവല്യൂഷനാണ്. അപ്പോൾ അമേരിക്കൻ റവല്യൂഷനിൽ നമ്മൾ പഠിച്ചത് അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങളും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളുമാണ് നമ്മൾ അമേരിക്കൻ റവല്യൂഷനിൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് റവല്യൂഷനിൽ ബോർബൻ രാജാക്കന്മാരും അവിടുത്തെ പ്രഭുക്കന്മാരും തമ്മിലുള്ള കാര്യങ്ങളും അവിടെ എസ്റ്റേറ്റിൻ്റെ രൂപീകരണം, ഓരോ എസ്റ്റേറ്റിലുമുള്ള ആളുകൾ അവരുടേതായ ചുമതലകളും അവരേതെല്ലാം ഭാഗങ്ങളാണ് കൈയടക്കിയിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനിൽ പഠിച്ചു. പിന്നെ നമ്മൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ചും നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അവസാനം അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനാണ്. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിൽ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വരികയും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റഷ്യൻ റവല്യൂഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം റഷ്യൻ റവല്യൂഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ തന്നെ റഷ്യൻ റവല്യൂഷനിൽ കാണിച്ചിരിക്കുന്നത് മാക്സിം ഗോർക്കിയുടെ ദ മദർ എന്ന ഒരു നോവലിലെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഞാനൊന്ന് വായിക്കാം. വി ആർ വർക്കേഴ്സ്, പീപ്പിൾ ബൈ ഹൂസ് ലേബർ ആൾ തിങ്സ് ആർ മേഡ് ഫ്രം ചിൽഡ്രൻസ് ടോയ്സ് ടു മാസീവ് മെഷീൻസ്, yet we are people deprived of the right to defend our human dignity. അതായത് ഒരു പറയുന്നത് കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. വി ആർ വർക്കേഴ്സ്, നമ്മൾ ജോലിക്കാരാണ്, വർക്കേഴ്സാണ്. പീപ്പിൾ ബൈ ഹൂസ് ലേബർ ഓഫ് ആൾ തിങ്സ് ആർ മേഡ് ഫ്രം ചിൽഡ്രൻസ് ടോയ്സ് ടു മാസീവ് മെഷീൻസ്. അതായത് വലിയ വലിയ മെഷീൻസ് ഉൾപ്പെടെ കുട്ടികളുടെ ആവശ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വരെ ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. Yet we are people deprived of the right to defend our human dignity. എന്നിരുന്നാലും നമ്മുടെ മനുഷ്യാവകാശത്തിനെതിരെ അതിനു വേണ്ടിയിട്ട് നമുക്കൊന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു അവകാശം പോലും നമുക്കിവിടെ ലഭിക്കുന്നില്ല. എനിവൺ ക്യാൻ എക്സ്പ്ലോയിറ്റ് ആസ് ഫോർ ദെയർ ഇൻട്രസ്റ്റ്. എല്ലാവരും അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നു. അറ്റ് പ്രസന്റ് വി വാണ്ട് ടു അച്ചീവ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം which will eventually enable us to take off power into our own hands. അതായത് പറയുന്നത് കാലാന്തരത്തിൽ മുഴുവൻ അവകാശവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്ക വണ്ണമുള്ള, അതായത് കാലത്തിൻ്റെ അവസാനമായാലും കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്ക വണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. കാലാന്തരത്തിൽ മുഴുവൻ അവകാശവും അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്ക വണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. അവർ സ്ലോഗൻസ് ആർ സിമ്പിൾ. നമ്മുടെ മുദ്രാവാക്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. ഡൗൺ വിത്ത്, അവരുടെ കുറച്ച് സ്ലോഗനാണ് പിന്നെ പറയുന്നത്. ഡൗൺ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. ആൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. എല്ലാ തരത്തിലുള്ള പ്രൊഡക്ഷനും പീപ്പിളിൻ്റെ, ആളുകളുടെ കയ്യിലായിരിക്കട്ടെ. ആൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. എല്ലാ അധികാരവും ആളുകളുടെ കയ്യിലായിരിക്കട്ടെ. നോ വൺ എക്സംപ്റ്റ് ഫ്രം വർക്ക്. അധ്വാനം എല്ലാവരുടെയും ചുമതല. ഇത്രയാണ് അവരുടെ, അതായത് അവർ പറയുന്നുണ്ട് അവരുടെ സ്ലോഗൻ ചെറുതാണ്. എന്തൊക്കെയാണ് ആ സ്ലോഗൻ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ, നോ വൺ എക്സംപ്റ്റ് ഫ്രം വർക്ക്. Next, now you can understand that we are not just notates. Now, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്താണ് that we are not just notates. ഞങ്ങൾ ഒരു കലാപകാരികളല്ല. നോട്ടേഴ്സ് മീൻസ് കലാപകാരികൾ. ഞങ്ങൾ ഒരു കലാപകാരികളല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. We are revolutionaries. ഞങ്ങൾ വിപ്ലവകാരികളാണ്. And will go on being revolutionaries as long as some people do nothing but give orders and the orders do nothing but work. അതായത് ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുക തന്നെ ചെയ്യും എന്നുള്ളത്. ഇതൊരു പഠിക്കാനുള്ളതൊന്നും അല്ല, ജസ്റ്റ് ഒരു നോവലിലെ കാര്യം പറഞ്ഞിരിക്കുന്നതാണ്. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി റഷ്യൻ വിപ്ലവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചെന്നേ ഉള്ളൂ. ഇനി ചാപ്റ്ററിലേക്ക് പോവാം.
These are the words of one of the characters in The Mother, the novel written by world famous Russian writer Maxim Gorky. റഷ്യൻ വിഖ്യാതനായ പ്രമുഖനായിരുന്ന റഷ്യൻ റൈറ്റർ, റഷ്യൻ എഴുത്തുകാരനായ മാക്സിം ഗോർക്കിയുടെ ദ മദർ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ഇൻ റഷ്യ ആൻഡ് ദെയർ എയിംസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദെം. അതായത് റഷ്യയിലെ വർക്കേഴ്സിൻ്റെയും ഫാർമേഴ്സിൻ്റെയും സ്ഥിതിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. വാട്ട് എൽസ് ക്യാൻ യു മേക്ക് ഔട്ട് ഓഫ് ഫ്രം ദീസ് വേഴ്സ് അബൌട്ട് ദ റഷ്യൻ സൊസൈറ്റി? ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, റഷ്യൻ സൊസൈറ്റിയുടെ എന്ത് കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നാണ് ചോദിക്കുന്നത്. വാട്ട് വെയർ ദ ഡിമാൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ്? എന്തൊക്കെയായിരുന്നു അവിടുത്തെ വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ? ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം ആവശ്യങ്ങളാണ് വർക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്? അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, അതായത് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം. അവർ പറയുന്ന ഒന്നാമത്തെ ഡിമാൻഡാണ് അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നിർത്തലാക്കുക. എവരിവൺ ഹാസ് ടു വർക്ക്, എല്ലാവരും അധ്വാനിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലെറ്റ് us ഫൈൻഡ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദം ടു ഡിമാൻഡ് സോ. ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് പ്രേരകമായിട്ടുള്ളത് എന്നാണ് അടുത്തത് നോക്കാനുള്ളത്. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ autocracy ഓഫ് ദ സാറിസ്റ്റ് എംപേഴ്സ് ഹൂ റൂൾഡ് റഷ്യ. എന്താ പറയുന്നത്? ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ, ഫാക്ടറി വർക്കേഴ്സും ഫാർമേഴ്സും, അതായത് ഫാക്ടറിയിലെ ജോലിക്കാരും ഫാർമേഴ്സും ലെഡ് എ ട്രാജിക് ലൈഫ്, ദുരിതപൂർണമായ ഒരു ജീവിതമാണ് നയിച്ചത്. അണ്ടർ ദ ആട്ടോക്രസി ഓഫ് ദ സാറിസ്റ്റ് എംപേഴ്സ് ഹൂ റൂൾഡ് റഷ്യ, റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ കീഴിൽ. അതായത് റഷ്യ ഭരിച്ചിരുന്ന ഭരണാധികാരികളെ പറയുന്ന പേരാണ് സാർ ചക്രവർത്തിമാർ. അതായത് അവരുടെ കീഴിൽ, അങ്ങനെയുള്ള സാർ ചക്രവർത്തിമാരുടെ കീഴിൽ ഫാക്ടറിയിലെ വർക്കേഴ്സും കൃഷിക്കാരുമെല്ലാം വളരെ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാർമേഴ്സ് ഇൻകം. കുറഞ്ഞ നിരക്കിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കുറഞ്ഞ രീതിയിലുള്ള കാർഷിക ഉൽപാദനം അഫക്റ്റഡ് ദ ഫാർമേഴ്സ് ഇൻകം, കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. മോറോവർ, എന്നിരുന്നാലും ദ ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. എങ്കിൽ തന്നെയും എന്ത് ചെയ്യേണ്ടി വന്നു? ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. ഫാർമേഴ്സ്, ലാൻഡ്ലെസ്, ഭൂമിയില്ലാത്ത കൃഷിക്കാർ വരെ എന്ത് ചെയ്യേണ്ടി വന്നു? ഹ്യൂജ് ടാക്സ്, വലിയ നിരക്കിലുള്ള ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. റഷ്യ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സമ്പൽ സമൃദ്ധി ഉള്ളതായിരുന്നു. അതായത് റഷ്യക്ക് നല്ല പ്രകൃതി വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മേഗർ. എന്നാൽ എന്താണ്? അവരുടെ വ്യാവസായിക ഉൽപാദനം വളരെ തുച്ഛവുമായിരുന്നു. ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹൂ കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദെയർ. അവിടെ ഉണ്ടായിരുന്ന മിക്ക ഇൻഡസ്ട്രികളുടെയും ഭൂരിഭാഗം ഇൻഡസ്ട്രീസിൻ്റെയും കൺട്രോൾ എന്ന് പറയുന്നത് ഫോറിനേഴ്സിൻ്റെ കയ്യിലായിരുന്നു. ഇതാണ് ആ സർക്കംസ്റ്റാൻസസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നുള്ള പറയുന്ന കാരണങ്ങൾ ഒന്നുകൂടി നോക്കാം. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് ട്രാജിക് ലൈഫ് അണ്ടർ ദ ആട്ടോക്രസി ഓഫ് ദ സാറിസ്റ്റ് എംപേഴ്സ് ഹൂ റൂൾഡ് റഷ്യ. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ കീഴിൽ ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും വളരെ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കുറഞ്ഞ രീതിയിലുള്ള അഗ്രികൾച്ചറിൻ്റെ ഉൽപാദനം അവിടെ ഫാർമേഴ്സിൻ്റെ ഇൻകം കുറച്ചു. മോറോവർ ദ ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. എങ്കിൽ തന്നെയും ഭൂമിയില്ലാത്ത കർഷകർ വരെ വളരെ ഉയർന്ന നിരക്കിലുള്ള ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വന്നു. ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. റഷ്യ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മുൻപന്തിയിലായിരുന്നു. ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മീഗർ. എന്നാലോ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, വ്യാവസായിക ഉൽപാദനം എന്ന് പറയുന്നത് വളരെ കുറവുമായിരുന്നു. ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹൂ കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദെയർ. അവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങളുടെ ഭൂരിഭാഗവും കൈയടക്കിയിരുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിരുന്നത്, നിയന്ത്രിച്ചിരുന്നത് ഫോറിനേഴ്സുമായിരുന്നു. ഇതാണ് ഈ സർക്കംസ്റ്റാൻസസ് പറയുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക.
നെക്സ്റ്റ് നമ്മൾ എസ്സേയിലോട്ട് റഷ്യൻ റവല്യൂഷനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. റഷ്യൻ റവല്യൂഷനിലേക്ക് വരികയാണ്. അപ്പോൾ റഷ്യൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് ഇനി പോകുന്നത്. Writers like Maxim Gorky, Leo Tolstoy, Ivan Turgenev, and Anthony Chekhov depicted the plight of the workers and farmers in their work. പ്രമുഖ റഷ്യൻ എഴുത്തുകാരായിരുന്ന മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റൺ ചെക്കോവ ഡെപ്പിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ഇൻ ദെയർ വർക്ക്. ഈ പ്രധാനപ്പെട്ട ഈ എഴുത്തുകാരെല്ലാം തന്നെ, റഷ്യയിലെ ഈ എഴുത്തുകാരെല്ലാം തന്നെ അവരുടെ കൃതികളിൽ അവിടുത്തെ വർക്കേഴ്സും ഫാർമേഴ്സും അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അവരുടെ കൃതികളിൽ വിവരിച്ചിരുന്നു. The Marxist ideologies formulated by Karl Marx and Frederick Engels stirred the workers. അവിടെ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് കൊണ്ടുവന്ന രണ്ടു പേരാണ് കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. അപ്പോൾ അവരുടെ ആശയങ്ങളെല്ലാം ആളുകൾക്ക് വളരെയധികം ആവേശം നൽകുന്നതായിരുന്നു. They called for establishing the supremacy of the workers instead of that by the capitalist. അതായത് മുതലാളിമാരുടെ നിയന്ത്രണമില്ലാത്ത ഉൽപാദന വ്യവസ്ഥകൾക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആവശ്യപ്പെട്ടു. എന്താണ് പറയുന്നത്? ഒന്നുകൂടെ നോക്കാം. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റൺ ചെക്കോവ ഡെപ്പിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ഇൻ ദെയർ വർക്ക്. റഷ്യയിലെ പ്രധാന എഴുത്തുകാരായ മാക്സിം ഗോർക്കിയും ലിയോ ടോൾസ്റ്റോയും ഇവാൻ തുർഗനേവും ആന്റൺ ചെക്കോവും എല്ലാം അവിടുത്തെ കർഷകരുടെയും ജനങ്ങളുടെയും ദുരിതപൂർണമായ അവസ്ഥയെക്കുറിച്ച് നല്ലതുപോലെ അവരുടെ കൃതികളിൽ വിവരിച്ചിരുന്നു. ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏംഗൽസ് സ്റ്റിർഡ് ദ വർക്കേഴ്സ്. മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റ് കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൊണ്ടുവന്ന മാർക്സിസ്റ്റ് ആശയങ്ങൾ അവിടുത്തെ ആളുകൾക്ക്, വർക്കേഴ്സ്, ജോലിക്കാർക്ക് വളരെയധികം ആവേശം നൽകുന്നതായിരുന്നു. They called for establishing the supremacy of the workers instead of that by the capitalist. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസായങ്ങൾക്ക് പകരം തൊഴിലാളികളുടെ തന്നെ അധികാര പരിധിയിൽ വരണമെന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു. ട്രേഡ് യൂണിയൻസ് വെർ ഫോംഡ് ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ ട്രേഡ് യൂണിയൻസ് എല്ലാം രൂപീകരിച്ചു. റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്, വർക്കേഴ്സിൻ്റെ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ക്രോഡീകരിച്ചുകൊണ്ട് വരുന്ന പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തു? ട്രേഡ് യൂണിയൻസുകളെ രൂപീകരിച്ചു. ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ്, മാർക്സിസ്റ്റ് ഐഡിയോളജീസുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ്, മാർക്സിസ്റ്റ് ഐഡിയോളജീസിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അവിടെ രൂപം കൊണ്ടു. ലേറ്റർ, അതിനുശേഷം ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻ ടു മാൻഷെവിക് ആൻഡ് ദ ബോൾഷെവിക്സ്. അതായത് അതിനുശേഷം എന്തു ചെയ്തു? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു. അതിനെ എന്തെന്ന് വിളിച്ചു? മാൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും വിളിച്ചു. മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും വിളിച്ചു. മെൻഷെവിക്കിലാണെങ്കിൽ മൈനോരിറ്റി അതായത് ആളുകൾ കുറവുള്ള ആളുകളായിരുന്നു മെൻഷെവിക്കിലും, മെജോറിറ്റി ഉള്ള ആളുകൾ ബോൾഷെവിക്കുകളിലും ഉണ്ടായിരുന്നു. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ബോൾഷെവിക് വെയർ ലെനിൻ ആൻഡ് ട്രോട്സ്കൈ. ബോൾഷെവിക്കിൻ്റെ നേതാക്കന്മാരായിരുന്നു ലെനിനും ട്രോട്സ്കയും. അതായത് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഉണ്ടായിരുന്നു. അതിൽ ബോൾഷെവിക്കിൻ്റെ നേതാവായിരുന്നു ലെനിനും ട്രോട്സ്കയും. അതുപോലെ അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു ലെഡ് ദ മെൻഷെവിക്ക് നയിച്ചത് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇതിനകത്ത് എഴുത്തുകാർ, അതായത് റഷ്യയിലെ പ്രധാന എഴുത്തുകാരായിരുന്ന ലിയോ ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റൺ ചെക്കോവ, ഇങ്ങനെയുള്ള റഷ്യയിലെ പ്രധാന എഴുത്തുകാരെല്ലാം തന്നെ അവരുടെ കൃതികളിൽ അവിടുത്തെ ഫാർമേഴ്സും വർക്കേഴ്സും എല്ലാം അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെയെല്ലാം വളരെ കൃത്യമായി ചിത്രീകരിച്ചിരുന്നു. മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏംഗൽസ് സ്റ്റിർഡ് ദ വർക്കേഴ്സ്. ഈ ആശയങ്ങളെല്ലാം അതിനുശേഷം ആര് വന്നു? കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും വന്നു. അവരുടെ ആശയങ്ങൾ ആളുകൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്നതായിരുന്നു. ദേ കാൾഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് അതിനുശേഷം അവരുടെ ഒരു ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തു. അതിനുശേഷം മാർക്സിസ്റ്റ് ഐഡിയോളജിയെ
മാർക്സിസ്റ്റ് ആശയങ്ങളെ അധികാരപ്പെടുത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ വന്നത്. അതിനുശേഷം ആ പാർട്ടിയെ രണ്ടായി തരംതിരിച്ചിരുന്നു, മെൻഷെവിക്കെന്നും ബോൾഷെവിക്കെന്നും. മെൻഷെവിക്കിൻ്റെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്നത് ആരായിരുന്നു? ലെനിനും ട്രോട്സ്കയുമായിരുന്നു. അതുപോലെ മെൻഷെവിക്കിൻ്റെ അധികാരി എന്ന് പറയുന്നത് അലക്സാണ്ടർ കെരൻസ്കിയും ആയിരുന്നു. നെക്സ്റ്റ്, the crisis reached its worst when Russia was defeated in the Russia-Japan War in 1905. അതായത് 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യയുടെ പരാജയം വളരെയധികം ദുരിതത്തിലേക്ക് എത്തിച്ചു. The workers organized a huge march at Petrograd on 9th January 1905 demanding political right and economic reforms. അതിനെ തുടർന്ന് 1905 ജാനുവരി 9 അവിടുത്തെ വർക്കേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് വലിയൊരു ഹ്യൂജ് മാർച്ച് പെട്രോഗാഡിലേക്ക് നടത്തി. എന്തായിരുന്നു അവരുടെ ആവശ്യം? ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ് ആൻഡ് എക്കണോമിക് റിഫോംസ്. രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റിന് വേണ്ടിയിട്ടും എക്കണോമിക് റിഫോംസ്, സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി 1905 ജനുവരി 9 അവിടെ ഉണ്ടായിരുന്ന വളരെയധികം ആളുകൾ ചേർന്ന് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും അവർ പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ദ മാർച്ച് വാസ് ഫയർഡ് അറ്റ് വെർ ദ സോൾജിയേഴ്സ് ആൻഡ് 100 ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വെയർ മസാക്രഡ്. അതായത് ആ മാർച്ച് അങ്ങനെ നടന്ന സമയത്ത് പെട്രോഗാഡിലേക്ക് മാർച്ച് നടക്കുകയും ആ മാർച്ചിലേക്ക് എന്ത് ചെയ്തു? ദ മാർച്ച് വാസ് ഫയർഡ് അറ്റ് വെർ ദ സോൾജിയേഴ്സ്, പട്ടാളക്കാർ എന്ത് ചെയ്തു? വെടിവെക്കുകയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഡെമോൺസ്ട്രേറ്റേഴ്സ് വെയർ നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ദിസ് ഇവന്റ് ഈസ് നോൺ ആസ് ദ ബ്ലഡി സൺഡേ. ഇതിനെ പറയുന്ന പേരാണ് ബ്ലഡി സൺഡേ. അപ്പോൾ ചിലപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ബ്ലഡി സൺഡേ എന്താണ്? ദ ക്രൈസിസ് റീച്ച്ഡ് ഇൻ ദ വെസ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ-ജപ്പാൻ വാർ ഇൻ 1905. The workers organized a huge march at Petrograd on 9th January 1905 demanding political rights and economic reforms. The march was fired at by the soldiers and 100 of demonstrators were massacred. This event is known as Bloody Sunday. ഇതിനെ പറയുന്ന പേരാണ് ബ്ലഡി സൺഡേ. അപ്പോൾ എന്താണ്? റഷ്യ-ജപ്പാൻ 1905 റഷ്യ-ജപ്പാൻ യുദ്ധത്തിൽ റഷ്യയുടെ പരാജയം അവിടെ എന്ത് ചെയ്തു? വളരെയധികം ദുരിതങ്ങൾ കൊണ്ടുവന്നു. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ്. അങ്ങനെ 1905 ജനുവരി 9 അവിടുത്തെ വർക്കേഴ്സ് എല്ലാം കൂടി ഒത്തുചേരുകയും അവരുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ചേർന്ന് പെട്രോഗാഡ് എന്ന സ്ഥലത്തേക്ക് ഒരു മാർച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ എന്തു ചെയ്തു? ഈ മാർച്ച് നടക്കുന്ന സമയത്ത് സോൾജിയേഴ്സ്, സൈന്യക്കാർ അവരുടെ നേരെ വെടിവെക്കുകയും അതിൽ ധാരാളം പേർ മരിച്ചു വീഴുകയും ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് ബ്ലഡി സൺഡേ. വർക്കേഴ്സ് ഓർഗനൈസേഷൻ കാൾഡ് ദ സോവിയറ്റ്സ് വെയർ ഫോംഡ് ആൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്ക്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? വർക്കേഴ്സ് ഓർഗനൈസേഷൻ, വർക്കേഴ്സിൻ്റെ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന, അതായത് സോവിയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വർക്കേഴ്സ് ഓർഗനൈസേഷൻ, വർക്കേഴ്സ് ആളുകളുടെ, ജോലിക്കാരുടെ ഒരു ഓർഗനൈസേഷനെ അറിയപ്പെടുന്ന പേരാണ് സോവിയറ്റ്സ്. അപ്പോൾ വർക്കേഴ്സ് ഓർഗനൈസേഷൻ കാൾഡ് ദ സോവിയറ്റ്സ് വെയർ ഫോംഡ് ആൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്ക്. അതായത് സമരങ്ങളെ നടത്തുന്നതിന് വേണ്ടി, കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി റഷ്യയുടെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ചേർന്ന് സോവിയറ്റ്, വർക്കേഴ്സ് ഓർഗനൈസേഷൻ കാൾഡ്, വർക്കേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷനായ സോവിയറ്റ് രൂപീകരിച്ചു. അതിനുശേഷം എന്താണ് പറയുന്നത് നോക്കാം. ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ദ്യൂമയുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നിക്കോളാസ് II ദെൻ സാർ ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1914. 1914 ആരംഭിച്ച ഫസ്റ്റ് വേൾഡ് വാറിൽ അന്നത്തെ റഷ്യൻ ചക്രവർത്തിയായിരുന്ന ആരായിരുന്നു? നിക്കോളാസ് II പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ് വെയർ കിൽഡ് ഇൻ ദിസ് വാർ. ഈ യുദ്ധത്തിൽ എന്തു ചെയ്തു? ധാരാളം സോൾജിയേഴ്സ് മരണപ്പെട്ടു. ഫുഡ് ഷോർട്ടേജ് ബിക്കെയിം സിവിയർ ബൈ 1917. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യതയും വളരെ കുറവായി അനുഭവപ്പെട്ടു എന്നാണ് 1917.
Thousands of women marched along the street of Petrograd on 8th March 1917 clamoring for bread. അതായത് അവർക്ക് ബ്രെഡ് വേണം, അതായത് ഫുഡ് വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ട്രീറ്റിലൂടെ മാർച്ച് ചെയ്ത് പോവുകയും ഉണ്ടായി. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗാഡ്. അതുപോലെ തന്നെ ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗാഡ്. അവിടുത്തെ വർക്കേഴ്സ് എന്ത് ചെയ്തു? ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു, ഓർഗനൈസ് ചെയ്യുകയും ചെയ്തു. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗാഡ്. പെട്രോഗാഡിൽ ഒരു പ്രതിഷേധ പ്രകടനം ഓർഗനൈസ് ചെയ്യുകയും ചെയ്തു. ദോ ദ സോൾജിയേഴ്സ് ക്ലാഷ്ഡ് വിത്ത് ദ ഡെമോൺസ്ട്രേറ്റേഴ്സ് ഇൻ ദ ബിഗിനിങ്. ആരംഭകാലത്തിൽ എന്തായിരുന്നു? ആരംഭത്തിൽ, ഈ യുദ്ധത്തിന്റെ ആരംഭത്തിൽ സോൾജിയേഴ്സ് ക്ലാഷ്ഡ് വിത്ത് ദ ഡെമോൺസ്ട്രേറ്റേഴ്സ് ഇൻ ദ ബിഗിനിങ്. ഇവിടുത്തെ വിപ്ലവകാരികളുമായിട്ട് സോൾജിയേഴ്സ് വളരെ കുഴപ്പത്തിലായിരുന്നു, അതായത് അവരുമായിട്ട് വളരെയധികം അടിപിടിയിലായിരുന്നു. ലേറ്റർ ദേ ജോയിൻഡ് ദ വർക്കേഴ്സ്. അതിനുശേഷം എന്തായിരുന്നു? അവർ വർക്കേഴ്സുമായിട്ട് ചേർന്നു. ജോയിൻഡ് ദ വർക്കേഴ്സ്, അവരുടെ വർക്കേഴ്സുമായിട്ട്, അവിടുത്തെ വർക്കേഴ്സുമായിട്ട് അതിനുശേഷം അവർ ചേരുകയുണ്ടായി. ഇറ്റ് വാസ് ദ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ. അവരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഫസ്റ്റ് വേൾഡ് വാറിൽ അവരനുഭവിച്ച ദുരിതങ്ങളാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗാഡ് ആൻഡ് നിക്കോള സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് ദ പവർ. അങ്ങനെ എന്ത് ചെയ്തു? ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗാഡ്. അവിടുത്തെ വർക്കേഴ്സ് എന്ത് ചെയ്തു? പെട്രോഗാഡ് പിടിച്ചെടുക്കുകയും നിക്കോള സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ. നിക്കോള സെക്കൻഡിനെ അവിടുത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു. എ പ്രൊവിഷണൽ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെരൻസ്കി, the Menshevik leader, since the Russian calendar was a few days behind the international calendar. This revolution that took place in March came to be known as the February Revolution. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഫെബ്രുവരി റെവല്യൂഷൻ. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ആരൊക്കെ പറ്റിയാണ്? അലക്സാണ്ടർ കെരൻസ്കി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത് ആരായിരുന്നു? മെൻഷവിക്കിന്റെ നേതാവായിരുന്നു. മെൻഷവിക്കിന്റെ ബോൾഷെവിക്കുകളും മെൻഷവിക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെൻഷവിക്കിന്റെ മേധാവി അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. അപ്പോൾ എ പ്രൊവിഷണൽ ഗവൺമെന്റ്, താൽക്കാലിക ഗവൺമെന്റ്. പ്രൊവിഷണൽ ഗവൺമെന്റ് മീൻസ് താൽക്കാലിക ഗവൺമെന്റ്. ഒരു താൽക്കാലിക ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെരൻസ്കി. അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ കെരൻസ്കി അവിടെ രൂപപ്പെടുകയും ദ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രൊവിഷണൽ, അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അവിടെ രൂപീകരിച്ചു. Since the Russian calendar was a few days behind the international calendar, this revolution that took place in March came to be known as February Revolution. അതായത് റഷ്യൻ കലണ്ടർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പുറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവത്തെ എന്തെന്നറിയപ്പെട്ടത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പുറകിലോട്ടായതിനാലാണ് ഈ മാർച്ചിൽ നടന്ന വിപ്ലവത്തെ നമ്മൾ എന്തെന്നറിയപ്പെട്ടത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ദ്യൂമ, നിക്കോള സെക്കൻഡ് then Tsar decided to participate in the first world war that started in 1914. എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ് ഞാൻ. ദ്യൂമയുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നിക്കോള സെക്കൻഡ്, അന്നത്തെ റഷ്യയുടെ ചക്രവർത്തിയായിരുന്ന നിക്കോള സെക്കൻഡ് 1914 ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വെർ കിൽഡ് ഇൻ ദിസ് വാർ. ധാരാളം പട്ടാളക്കാർ ഇതിൽ മരണപ്പെട്ടു. അതിനുശേഷം അവിടെ ഭക്ഷണത്തിന്റെ ലഭ്യത വളരെയധികം കുറവായിട്ട് വന്നു. ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ അവർക്ക് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1917 മാർച്ച് 8 പെട്രോഗാഡിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം എന്താണ്? അവിടെ ഒരു ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗാഡ്. അതേപോലെ തന്നെ അവിടുത്തെ വർക്കേഴ്സ് അവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ആദ്യ സമയങ്ങളിൽ സോൾജിയേഴ്സ് എന്താണ്, ഇവരുമായിട്ട് വളരെയധികം വിപ്ലവകാരികളുമായിട്ട് ആദ്യ സമയങ്ങളിൽ അവരടുത്തിരുന്നില്ല. എന്നാൽ പിന്നീടായപ്പോൾ അവരുമായിട്ട് വർക്കേഴ്സുമായിട്ട് നല്ല ടേംസിലായി തീർന്നു. അവരെ കൊണ്ട് ആദ്യമേ അങ്ങനെ ചെയ്യിക്കാനുള്ള പ്രധാന കാരണം അവർക്ക് ഫസ്റ്റ് വേൾഡ് വാറിൽ വന്ന ദുരിതങ്ങളായിരുന്നു.
അതിനുശേഷം എന്താ പഠിച്ചത്? ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗാർഡ്. വർക്കേഴ്സ് എന്ത് ചെയ്തു? യുദ്ധത്തിലൂടെ തന്നെ പെട്രോഗാർഡ് പിടിച്ചെടുക്കുകയും നിക്കോളാസ് സെക്കൻഡിനെ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം അലക്സാണ്ടർ കെരൻസ്കി, മെൻഷവിക്കിന്റെ ലീഡറായിരുന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് രൂപീകരിച്ചു. Since the Russian calendar was a few days behind the international calendar, this revolution that took place in March came to the known as February Revolution. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത്രയുമാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇനി ഫെബ്രുവരി റവല്യൂഷന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. A group of Soviets did not approve of the provisional government. എന്ത് ചെയ്തു? സോവിയറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതായത് വർക്കേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. വർക്കേഴ്സ് ഓർഗനൈസേഷൻ കാൾഡ് സോവിയറ്റ്സ്. വർക്കേഴ്സുകളുടെ ഓർഗനൈസേഷനെയാണ് നമ്മൾ നേരത്തെ സോവിയറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ഒരു കൂട്ടം ഒരു കൂട്ടം സോവിയറ്റുകൾ പ്രൊവിഷണൽ ഗവൺമെന്റിനെ, അതായത് അലക്സാണ്ടർ കെരൻസ്കി കൊണ്ടുവന്ന പ്രൊവിഷണൽ ഗവൺമെന്റിനെ അംഗീകരിച്ചിരുന്നില്ല. ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ് അംഗീകരിച്ചിരുന്നില്ല. ഈ സമയം എന്താണ്? വ്ളാഡിമർ ലെനിൻ, ഹു ഹാഡ് ബീൻ ഇൻ സ്വിറ്റ്സർലൻഡ്, കെയിം ടു റഷ്യ ആൻഡ് സ്ട്രോങ്ലി ഓപ്പോസ്ഡ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ഈ സമയത്ത് നമ്മൾ പഠിച്ചു ബോൾഷെവിക്കിന്റെ നേതാവായിരുന്നു ലെനിൻ. ഈ സമയത്ത് ലെനിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ലെനിൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു. അപ്പോൾ ലെനിൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് തന്നെ, ശക്തമായിട്ട് തന്നെ പ്രൊവിഷണൽ ഗവൺമെന്റിനെ, അലക്സാണ്ടർ കെരൻസ്കി രൂപീകരിച്ച പ്രൊവിഷണൽ ഗവൺമെന്റിനെ ശക്തമായിട്ട് എതിർത്തു. He argued that the entire power should be transferred to the Soviet if they were to realize the aims of the revolution. റവല്യൂഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അയാൾ പറഞ്ഞത്? ഹി ആർഗ്യൂഡ് ദാറ്റ്, അയാൾ വാദിച്ചു, ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ സോവിയറ്റ്. എല്ലാ അവകാശങ്ങളും സോവിയറ്റുകൾക്ക് കൈമാറണം. സോവിയറ്റ് ഇഫ് ദേ വേർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് ദ റവല്യൂഷൻ. റവല്യൂഷൻ എന്നുള്ള ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ പവറും ആർക്ക് കൈമാറണം? സോവിയറ്റുകൾക്ക് കൈമാറണം. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ സോവിയറ്റ് ഇഫ് ദേ വേർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് റവല്യൂഷൻ. അതിനുശേഷം എന്താണ്? ദ ബോൾഷെവിക് ആൻഡ് ദ സോവിയറ്റ് സപ്പോർട്ടഡ് ഹിം. അപ്പോൾ ബോൾഷെവിക്കുകളും സോവിയറ്റുകളും അദ്ദേഹത്തെ, ലെനിനെ സപ്പോർട്ട് ചെയ്തു. ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രൊളട്ടേറിയൻസ് മീൻസ് വർക്കേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് കുഡ് ഇറാഡിക്കേറ്റ് സെഞ്ചുറീസ് ഓൾഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഇക്വാലിറ്റി. അതായത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ദ ബോൾഷെവിക് ആൻഡ് ദ സോവിയറ്റ് സപ്പോർട്ട് ഹിം. ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രൊളട്ടേറിയൻസ്, അതായത് വർക്കേഴ്സ്, ഗവൺമെന്റ് കുഡ് എറാഡിക്കേറ്റ് സെഞ്ചുറീസ് ഓൾഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഇക്വാലിറ്റി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും എല്ലാം ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. ദേ പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ് ലൈക്ക്. അതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ടി സെവറൽ ഡിമാൻഡ്, ധാരാളം ആവശ്യങ്ങളും അവിടെ കൊണ്ടുവന്നു. ബോൾഷെവിക്കുകൾ അവിടെ കൊണ്ടുവന്നു. ദേ പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ് ലൈക്സ്. എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പേജിൽ പറയുന്നത്. അവരവിടെ പലതരത്തിലുള്ള ഡിമാൻഡുകൾ കൊണ്ടുവന്നു. എന്തെല്ലാമാണെന്ന് നോക്കാം. വിഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും റഷ്യയെ പിൻവലിക്കുക. സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്. അതായത് പ്രഭുക്കന്മാരുടെ കയ്യിലുള്ള ലാൻഡിനെ പിടിച്ചെടുക്കുകയും അത് ആർക്കായിട്ട് കൊടുക്കുകയും വേണം? ഫാർമേഴ്സിന് തിരിച്ചു കൊടുക്കുകയും വേണം. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറീസുകളെ എന്താക്കണം? പബ്ലിക് പ്രോപ്പർട്ടി ആക്കണം. പൊതു വസ്തുവാക്കി മാറ്റുകയും വേണം, പൊതു പ്രോപ്പർട്ടി ആക്കി മാറ്റുകയും വേണം എന്നുള്ളതായിരുന്നു അവർ ഉന്നയിച്ച ഡിമാൻഡുകൾ. നെക്സ്റ്റ്, in October 1917, the Bolsheviks organized an armed rebellion against the provisional government.
എന്താണ് പറയുന്നത്? 1917 ഒക്ടോബർ മാസത്തിൽ ബോൾഷെവിക്കുകൾ എന്ത് ചെയ്തു? ഓർഗനൈസ്ഡ് ആൻ ആംഡ് റിബല്യൻ എഗൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരെയായി അവർ സായുധ കലാപങ്ങൾ നടത്തി. കെരൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബോൾഷെവിക്. ആ സമയത്ത് എന്ത് ചെയ്തു? കെരൻസ്കി അവിടുത്തെ ആ രാജ്യം വിട്ടു പോവുകയും റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോൾഷെവിക്സ്. റഷ്യ എന്ത് ചെയ്തു? ബോൾഷെവിക്കുകളുടെ കൺട്രോളിൽ ആവുകയും ചെയ്തു. ദിസ് ഈവന്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ദ ഒക്ടോബർ റെവല്യൂഷൻ. അപ്പോൾ എന്താ പറയുന്നത്? ദിസ് ഈവന്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക് അറ്റൈൻഡ് ദ പവർ. ഇതിനെ പറയുന്ന, അതായത് ബോൾഷെവിക്കുകൾ അവിടുത്തെ അധികാരം എടുത്ത സംഭവത്തെ പറയുന്ന പേരെന്താണ്? ഒക്ടോബർ റെവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആസ് പെർ റഷ്യൻ കലണ്ടർ പ്രകാരം ബോൾഷെവിക്കുകൾ ഈ അധികാരം പിടിച്ചെടുത്ത സംഭവത്തിനെ പറയുന്ന പേരാണ് ഒക്ടോബർ റെവല്യൂഷൻ. അപ്പോൾ ഒക്ടോബർ റെവല്യൂഷൻ എന്താണ്? ഇൻ ഒക്ടോബർ 1917 ദ ബോൾഷെവിക് ഓർഗനൈസ്ഡ് ആൻ ആംഡ് റിബല്യൻ എഗൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ബോൾഷെവിക്കുകൾ ആംഡ് റിബല്യൻ, സായുധ കലാപം നടത്തി. പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരായിട്ട് സായുധ കലാപങ്ങൾ നടത്തി. കെരൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബോൾഷെവിക്. ആ സമയത്ത് എന്ത് ചെയ്തു? പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ നേതാവായിരുന്ന കെരൻസ്കി അവിടുത്തെ രാജ്യം വിടുകയും അവിടെ ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വരികയും ചെയ്തു. ഈ ഇവന്റിനെയാണ് പറയുന്നത് എന്ത്? ഒക്ടോബർ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Subsequently, a convention of the Soviet was held and the cabinet was formed with Lenin's as its head. അപ്പോൾ ലെനിൻ്റെ നേതൃത്വത്തിൽ അതിനുശേഷം എന്ത് ചെയ്തു? ഒരു ഭരണഘടന അവിടെ അധ്യക്ഷതയിൽ ഒരു ക്യാബിനറ്റ് രൂപം കൊള്ളുകയും ചെയ്തു. ലെറ്റ് us examine the result of Russian Revolution. എന്തൊക്കെയാണ് റഷ്യൻ റെവല്യൂഷൻ്റെ നേട്ടങ്ങൾ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ലെറ്റ് us examine the result of Russian Revolution. എന്തെല്ലാമായിരുന്നു റഷ്യൻ റെവല്യൂഷൻ്റെ റിസൾട്ട്സ്? റഷ്യ വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ എന്ത് ചെയ്തു? ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും പിൻവലിഞ്ഞു. സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്. ലാൻഡ് എല്ലാം പിടിച്ചടക്കുകയും അതുപോലെ തന്നെ അതെല്ലാം കർഷകർക്ക് കൊടുക്കുകയും ചെയ്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തു. ഇൻട്രഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അച്ചീവ്ഡ് ഡെവലപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കോണമി. സയൻസിൻ്റെയും ടെക്നോളജിയുടെയും എക്കോണമിയുടെയും ഫീൽഡിൽ എന്ത് ചെയ്തു? ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. പുതിയ ഭരണഘടന 1924 നിലവിൽ വന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ്സ് സ്പെഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. പല സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതായത് USSR, അതാണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറൻറ്റ് സോവിയറ്റ്സ് റിപ്പബ്ലിക്സ്. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പ്രചരിപ്പിച്ചു. ഇത് ഇത്രയുമായിരുന്നു നമ്മുടെ റഷ്യൻ റെവല്യൂഷൻ്റെ റിസൾട്ട്. ഇതോടുകൂടി നമ്മുടെ റഷ്യൻ റെവല്യൂഷനും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് റഷ്യൻ റെവല്യൂഷൻ. അപ്പോൾ 4 റെവല്യൂഷനാണ് നമ്മൾ പഠിച്ചത്. അതെല്ലാം നന്നായിട്ട് പഠിക്കുക. അത് ഫസ്റ്റ് ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അത് നോക്കി അതെല്ലാം പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് എടുക്കാനുള്ളത് അതും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ കഴിയും. ദ ചൈനീസ് റെവല്യൂഷനാണ്. അപ്പോൾ ഓക്കെ.